ജേക്കബ് ജോർജ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മഞ്ജുഷ പറയുന്നത് പോലെ, കണക്കാക്കുന്നത് പോലെ ഇത് അവർ തമ്മിലുള്ള ഒരു കൈവിട്ട കളിയൊന്നും ആയിരുന്നില്ല. കാരണം ജോസ് കെ മാണി, റോഷി അഗസ്റ്റിൻ, ഡോക്ടർ എൻ ജയരാജ്, ഈ മൂന്ന് പേരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതാണ് അതിനകത്തെ വസ്തുത. എനിക്ക് കുറേ കാലമായിട്ട് മാണി ഗ്രൂപ്പുമായിട്ട് നല്ല പരിചയമുണ്ട്, അടുപ്പുണ്ടതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ ലെയറിലുള്ള ഒന്ന് രണ്ട് പേർക്കൊക്കെ താല്പര്യമുണ്ട്, കുറച്ചും കൂടെ സ്ഥാനം വേണം, സ്ഥാനമാനങ്ങൾ വേണം എന്നൊക്കെയുള്ള താല്പര്യം. അവരാണ് കോൺഗ്രസുമായിട്ട് ചില ബന്ധങ്ങളും പാലങ്ങളും ഒക്കെ ഇടാൻ നോക്കിയത്. പക്ഷെ അത് പരാജയപ്പെട്ടു. കാരണം നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഐക്യത്തോടു കൂടിയുള്ള ഒരു പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ജോസ് കെ മാണി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതൊക്കെ നമ്മളൊക്കെ വ്യാഖ്യാനിക്കുകയല്ലാതെ, ഡീലുകൾ നടക്കുമ്പോൾ എന്തായാലും ചെയർമാൻ പറയുന്ന പതിവ് കേരള കോൺഗ്രസിന് ഇല്ലാതിരിക്കുകയുള്ളൂ ആ സമയത്ത്. പിന്നെ അത് മാത്രമല്ല, ഒരു ദിവസം ഞങ്ങൾ ഒരിടത്തേക്കും ഇല്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം നിലപാട് മാറ്റുവാനും കേരള കോൺഗ്രസിന് മടിയില്ല. മുൻപ് അങ്ങനെയായിരുന്നു. ഇപ്പോഴും 5 വർഷമല്ലേ ആയുള്ളൂ ഒരു മുന്നണി വിട്ടിട്ട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് മാറിയിട്ട്. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, അതിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൻ്റെ ക്രെഡിബിലിറ്റി, ഇതൊക്കെയാണ് ചോദ്യം ചെയ്യപ്പെടുക. കേരള കോൺഗ്രസിന് അതൊരു പ്രശ്നമായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ആയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ ഉള്ളൂ, മാറുന്നതിനും. പക്ഷേ ഇപ്പോഴതിൻ്റെ ആവശ്യം എന്താ? ഞാൻ കാണുന്നത് വളരെ സംതൃപ്തമായ ഒരു കേരള കോൺഗ്രസിനെയാണ്. ഇടതുമുന്നണിയിൽ ദേ ആർ വെരി ഹാപ്പി. അതിൻ്റെ ലീഡർഷിപ്പ്, നേതൃത്വം. കാരണം ഇടതുപക്ഷ മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനൊരു സ്പേസ് ഉണ്ട്, മറ്റിടത്ത് ആ സ്പേസ് ഇല്ല. ആ സ്പേസ് അവരുണ്ടാക്കാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കണം. ആ ഒരു നിരന്തരമുള്ള പോരാട്ടമാണ് UDFൻ്റെ അകത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ ഇത് സ്പേസ് ഉണ്ട് എങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്നുള്ള സംശയം. അതുകൊണ്ടാണല്ലോ മുന്നണി മാറാൻ പോകുന്നത്. ഓരോ തവണയും അതാണ് കേരള കോൺഗ്രസിന്റെ പ്രശ്നം. അല്ല, ഓരോ തവണയും അങ്ങനെ ജയിക്കാൻ വേണ്ടി മുന്നണി മാറുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് പാർട്ടി ഇല്ലാതാവും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, ജേക്കബ് സാർ പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യവും നടന്നിട്ടില്ല. താഴെ തട്ടിലുള്ള കുറച്ച് നേതാക്കളുടെ ആഗ്രഹം മാത്രമായിരുന്നു. എന്തിനാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ അന്ന് തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. പ്രമോദ് നാരായണൻ അങ്ങനെ ഇടുന്നു. അതിനുശേഷം ഇത് വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ വരികയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വലിയ ചർച്ച, മാധ്യമങ്ങളിൽ ചർച്ച, ടെലിവിഷൻ ചർച്ച, അതേപോലെ നമ്മളൊക്കെ ചർച്ച നടത്താൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി. അത് കഴിഞ്ഞിട്ട് ആ ചർച്ച തുടങ്ങി, ആ ചർച്ച ഒരു വലിയ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ പ്രതികരണമായിട്ട് എത്തിയത്. അപ്പോഴതിനെക്കാട്ടിലും വലിയ ഒരു തരത്തിലേക്ക്, ഒരു വലിയ പ്രതലത്തിലേക്ക് കടന്നു. ജോസ് കെ മാണി ദുബായ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉടൻ പത്രസമ്മേളനം നടത്തി ഗംഭീരമായിട്ട് ഒരു തിരിച്ചുവരവ്. 25 സെന്റ് ഭൂമി തലസ്ഥാനത്ത് കണ്ണായ സ്ഥലത്ത്, അതും ജല അതോറിറ്റിയുടെ ഭൂമി. അത് റോഷി അഗസ്റ്റിൻ അതേ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാർട്ടിക്ക് കൈമാറാൻ തീരുമാനിക്കുകയാണ്. പാട്ടവ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ തുച്ഛമായ പാട്ടത്തിനാണ്. അതും കണ്ണായ ഭൂമി എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. തലസ്ഥാന നഗരിയിൽ വെള്ളയമ്പലത്ത് തന്നെ ഉള്ള. ഇതിപ്പോൾ ധൃതി വെച്ച് ഇങ്ങനെ കൈമാറുന്നതിന് പിന്നിൽ ഒരു ഡീൽ അവിടെ നടന്നു. കാരണം ഒരു കാരണവശാലും വിട്ടുപോകരുത് കേരള കോൺഗ്രസ് LDFിൽ നിന്ന് എന്നുള്ള ഒരു ഉറച്ച നിലപാടിൻ്റെ പുറത്താണ് CPM ആ ഒരു തീരുമാനമെടുത്തത്. ഇതിനെതിരെ വിമർശനം ഉയരുമെന്ന് അവർക്ക് തന്നെ അറിയാം. അത് വിമർശനം, അത് രാഷ്ട്രീയമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കെ മാണിയെ പോലെ ഒരു വലിയ നേതാവിന് സ്ഥലം കൊടുക്കുന്നു. അതിൻ്റെ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ കാണുമായിരിക്കും. അതൊക്കെ ചർച്ചയ്ക്ക് വരും തീർച്ചയായും. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ശ്രീ ജേക്കബ് ജോർജിൻ്റെ അഭിപ്രായത്തെ അതേപടി തന്നെ മുഖവിലേക്ക് എടുക്കുകയാണോ? ഒരു വിധത്തിൽ അത് ന്യായമാണെങ്കിലും ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഇപ്പം വലിയൊരു വൈതരണി കിടക്കുന്നത്, LDFിലാണെങ്കിൽ LDFിന് വേണ്ടി നീന്താൻ ഇറങ്ങിയാൽ മുങ്ങിച്ചാവും. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വെച്ച് ഞാൻ പറയുകയാണ്. അതേസമയം UDFിന് വേണ്ടി ഇറങ്ങിയാൽ കാല് വലിച്ച് മുക്കി കൊല്ലും. ഈ രണ്ട് പ്രതിസന്ധികൾ അവർക്ക് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും വേണം താനും. അതിലേറ്റവും കൂടുതൽ സേഫ് ഇപ്പോൾ LDFിൽ നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടിയ സ്ഥലം ഒക്കെ വെച്ചിട്ട് നോക്കുമ്പം ഏതാണ്ട് AKI സെൻറ്റർ കഴിഞ്ഞാൽ നല്ല കണ്ണായ ഒരു സ്ഥലം തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ സ്ഥലം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഭവൻ്റെ ഒരു 150 മീറ്റർ ഇപ്പുറത്ത്
മനോഹരമായ ഒരു സ്ഥലം കനകക്കുന്നിന് നേരെ എതിരെ ഒക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. ഇതൊരു അഴിമതിയല്ലേ സാർ? ഇത് ഒരു വലിയ അഴിമതിയാണ്. പാർട്ടിയെ ഒരു മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി സർക്കാർ ധൃതി പിടിച്ചു. അതും അതേ വകുപ്പിന്റെ മന്ത്രി അതേ പാർട്ടിയിലാണ്, റോഷി അഗസ്റ്റിൻ. അതെ, അതെ. ആ സമയം ഈ ഭൂമി എടുത്ത് ഇങ്ങനെ നൽകുക എന്ന് പറഞ്ഞാൽ KM മാണി സമാരാധനായ നേതാവാണ്, അദ്ദേഹത്തെ ആദരിക്കേണ്ടതുണ്ട്. പക്ഷേ അത് എന്തിന്റെ പേരിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുടെയും കണ്ണു മൂടിക്കെട്ടാൻ പറ്റുകയില്ല. 2016 ശേഷം കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് അഴിമതി അല്ലാതാകുന്നു, അഴിമതി അല്ലാതാകുന്നു, നല്ലത് ചെയ്യുന്നത് ചിലപ്പോൾ അഴിമതിയാകുന്നു, കൊലപാതകം ചെയ്തവൻ ചിലപ്പോൾ രക്ഷപ്പെടുന്നു, നല്ലത് ചെയ്യുന്നവൻ ചിലപ്പോൾ ജയിലിലാകുന്നു. ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ചരിത്രപരമായി LDFനെ വിജയിപ്പിക്കുന്നിടത്ത് ഇപ്പോൾ UDFന് വൻ നേട്ടം കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ മുങ്ങിച്ചാവ് എന്ന് പറഞ്ഞതിൻ്റെ കണക്കെന്തെന്നറിയാമോ? ഞാനത് കഴിഞ്ഞ തദ്ദേശഭരണത്തിൻ്റെ കണക്കൊന്ന് എടുത്ത് നോക്കി തെരഞ്ഞെടുപ്പിൻ്റെ. അതിൽ ഇടുക്കിയിൽ ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും 100-ൽ 100 ഇപ്പോൾ അവർ പിടിച്ചിരിക്കുകയാണ്. 5 മണ്ഡലം അവരുടെ കയ്യിലായിരിക്കുന്നത്, UDFൻ്റെ കയ്യിലാണ്. അവിടെ 5000 വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമാണ് ഓരോ മണ്ഡലവും. വ്യത്യാസമുള്ളത് ഉടുമ്പൻചോല മാത്രമാണ്, അവിടെ 196 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി കോട്ടയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ഇതുപോലെ തന്നെ. ചങ്ങനാശ്ശേരിയിൽ ഒരു 1190, പാലായിൽ 2000 അടുപ്പിച്ച്. ബാക്കി എല്ലായിടത്തും കൂടുതലാണ്. കടത്തുരുത്തി ആണെങ്കിലും 3000 ഏറ്റുമാനൂരാണെങ്കിലും 3000 കൂടുതലാണ്, കാഞ്ഞിരപ്പള്ളി ആണെങ്കിലും 3000 കൂടുതലാണ്, 6000 കൂടുതലാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സേഫ് എന്ന് പറഞ്ഞൊരു സീറ്റ് ഇപ്പം ജോസ് കെ മാണിക്ക് പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുസ്ലിം ലീഗ് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ഇനി LDF വല്ല അവരുടെ കണ്ണൂരിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സീറ്റ്, രക്ഷപ്പെടുന്ന ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ ജോസ് കെ മാണിക്ക് വീണ്ടും നിയമസഭ കാണാൻ തന്നെ കഴിയുമോ എന്നുള്ളത് വലിയ പ്രതിസന്ധിയിലാകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ LDFനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട താവളം ഇല്ലേ, അത് UDF ആണ് എന്നുള്ള കണക്കുകൂട്ടൽ വന്നിരുന്നു. അല്ലാതെ ശ്രീ ജേക്കബ് ജോർജ് പറയുന്ന പോലെ ഒരു സംസാരവും നടന്നിട്ടില്ല. ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ കഴിയുമോ? ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, പിടിച്ച് പിടിച്ചു നിർത്തി എന്നുള്ളത് വ്യക്തമാണ്. പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിടിച്ചു നിർത്തുകയില്ല, പകരം പോയാൽ വരുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് പറയുക മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ തനിയെ ഇങ്ങ് ചേർന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു പാരിതോഷികവും കൊടുത്തു. 25 സെന്റ് വളരെ മനോഹരമായ ഒരു പാരിതോഷികം. ഇന്ദിരാഭവനേക്കാൾ മനോഹരമായ ഒരു സൗധം കെട്ടിപ്പടുക്കുന്നതിന് അതിനേക്കാൾ അവിടെ തൊട്ടടുത്ത് അതിനേക്കാൾ കുറച്ചുകൂടെ സിറ്റിക്ക് അടുത്ത് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തൽക്കാലത്തേക്ക് മുതലാക്കുക. പിന്നീട് എന്തായാലും അത് അവിടുത്തെ UDFൽ പോകുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇവിടെ കിട്ടുകയാണ്. അപ്പോൾ 12 കൂടുതൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും അവിടെ 15 വരെ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം. 12 ഉറപ്പാണ്, എനിക്കോട് 13 ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 13 കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ 13 ഉറപ്പാണ്. ചിലപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 15 വരെ എത്തിയേക്കാം. 15 വരെ കിട്ടിയേക്കാം. അതിലൊരു 5 ഇതുപോലത്തെ 5 നിലനിർത്താൻ കിട്ടിയാൽ തന്നെ ഭാഗ്യമാണല്ലോ. മറ്റ് വലിയ ദോഷങ്ങളൊന്നും UDF അല്ല, കോൺഗ്രസും ലീഗും വാതിൽ അടച്ചോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. വിസ്മയം എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ, ജോസ് കെ മാണിയുടെ പാർട്ടി വരുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇപ്പോൾ അത് കോൺഗ്രസ് നേതാക്കൾ മാറ്റി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചതെന്ന്. പിന്നെ 25 സെന്റ് ഭൂമിയുടെ കാര്യത്തിൽ അതൊരു വലിയ ഈ ഒരു കൈക്കൂലി വിഷയമോ അഴിമതി വിഷയമോ എന്നോ ആക്കിയൊന്നും UDF നേതാക്കൾ പറയുന്നില്ല. പക്ഷേ VD സതീശൻ അതേക്കുറിച്ച് ചില വാചകങ്ങൾ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ കേൾക്കാം, VD സതീശന്റെ വാക്കുകളിലേക്ക്. അല്ല, ഞങ്ങള് ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവർ UDFന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നൊന്നും പറഞ്ഞു. ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാചകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.